എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഞങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പെരുമ്പാവൂരിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം. തലമുറകൾക്ക് വിദ്യ പകർന്നു നൽകിയ ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകാം. എത്രയോ തലമുറകൾ പഠിച്ച് ഉന്നതിയിലെത്തി ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന പെരുമ്പാവൂരിലെ ഒരു പ്രശസ്തമായ വിദ്യാലയമായിരുന്നു ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ. ഇപ്പോൾ അത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ വിദ്യാലയത്തിലെ വിശേഷങ്ങളിലേക്ക്. ഈ സ്കൂളിനെ സംബന്ധിച്ചോളം വിശാലമായ ഒരു മൈതാനമാണ്. ഈ സ്കൂൾ ഗ്രൗണ്ട് പണ്ട് കാലത്ത് എറണാകുളം ജില്ലയിലെയും മറ്റ് സ്ഥലങ്ങളിലെയും സ്പോർട്സിന് വേദിയായ ഒരു ഗ്രൗണ്ടാണ്. അതുമാത്രമല്ല, പലവിധ ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഫുട്ബോൾ ടൂർണമെൻറ്റും ഇവിടെ നടത്തിയിരുന്നു. വളരെ വിശാലമായ ഒരു മൈതാനമാണ് ഈ സ്കൂളിനുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ വളരെ മനോഹരമായ ചെടികളും വൃക്ഷങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് സ്കൂൾ കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്കൂളിൻ്റെ പഴയകാലത്തെ ആദ്യകാല മെയിൻ ബിൽഡിംഗ് ഇവിടെയായിരുന്നു ഹെഡ് മാസ്റ്ററിൻ്റെ റൂമും സ്റ്റാഫ് റൂമൊക്കെ. പക്ഷേ കാലപ്പഴക്കം മൂലം ഇന്ന് ആ കെട്ടിടം മെയിൻ്റനൻസിനായി അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് സ്കൂളിൻ്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന പ്രധാന ഹാൾ, രാമൻ ഹാൾ. സ്കൂളിലെ എല്ലാ കലാപരിപാടികളും നടത്തിയിരുന്നത് ഈ രാമഹാളിലാണ്. ഈ രാമഹാളിൽ നിന്നാണ് ഒട്ടേറെ പ്രശസ്തരായ കലാകാരന്മാർ ഇവിടെ നിന്നും പിറവിയെടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, സ്കൂളിലെ ഈ കെട്ടിടത്തിലായിരുന്നു NCCയുടെ ഓഫീസ്. എൻ്റെ ഓർമ്മയിൽ ജോസഫ് സാർ എന്ന NCCയുടെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ കെട്ടിടത്തിലെ ഒരു മുറിയിലായിരുന്നു NCC റൂം ഉണ്ടായിരുന്നത്. ഇവിടെ പണ്ട് കാലത്ത് ഒരു വലിയൊരു ആലുണ്ടായിരുന്നു. പക്ഷേ കാലപ്പഴക്കം മൂലം ആ ആൽ മറിഞ്ഞു വീഴുകയും പിന്നീട് അതിനു മുമ്പ് തന്നെ സ്കൂളിലെ കുട്ടികൾ ഒരു ആല് വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ആല് ഇന്ന് വളർന്ന് വലുതായി കഴിഞ്ഞു. ആ ആലാണ് ഈ ചിത്രത്തിൽ രാമഹോളിന് മുന്നിലായി കാണുന്നത്. രാമഹോളിൻ ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. അതിന് പകരം രാമഹോളിൻ്റെ തൊട്ടിപ്പുറത്ത് മഹാകവി G. ശങ്കരക്കുറുപ്പ് സ്മാരക ഹാൾ എന്ന് ഷീറ്റിട്ട് ഒരു ഹാൾ ഇവിടെ പണിതിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് രാമഹോളിൽ നടത്തിയിരുന്ന കലാപരിപാടികളൊക്കെ ഇപ്പോൾ ഈ ഹാളിലായിരിക്കും നടത്തുക. സ്കൂളിൽ പുതിയതായി ഒരു കെട്ടിടം കാണുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതും കെട്ടിടങ്ങൾ ധാരാളം പുതിയതായി വരുന്നുണ്ട്. പഴയ കെട്ടിടങ്ങൾ കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കുമ്പോൾ പുതിയവ ധാരാളം വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കെട്ടിടം. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തിൽ ഹയർ സെക്കൻഡറി ഇല്ലായിരുന്നു. ഇന്ന് ഹയർ സെക്കൻഡറിക്കും പ്രത്യേകമായി അവിടെ ഒരു കെട്ടിടം പണിതിട്ടുണ്ട്. പക്ഷേ ഹയർ സെക്കൻഡറിയുടെ തൊട്ടുപുറത്തായി പണ്ട് ഞങ്ങളൊക്കെ ബോൾ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു കോർട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആ ബോൾ ബാഡ്മിൻ്റൺ കോർട്ടിൻ്റെ അടുത്തൊക്കെ എനിക്ക് തോന്നുന്നു കപ്പ കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. ആ കെട്ടിടമൊക്കെ പൊളിഞ്ഞു പോയ ശേഷം അവിടെ വേറെ പുതിയ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം കെട്ടിടങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം അവിടെ കൃഷിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പുതിയ കെട്ടിടം. പുതിയ കെട്ടിടമെന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ഞാനൊക്കെ പഠിച്ചിറങ്ങിയ ശേഷമുള്ള കെട്ടിടമാണ്. കെട്ടിടങ്ങൾ ധാരാളം പുതിയതായി വന്നിട്ടുണ്ട്. പഴയ കെട്ടിടത്തിൽ ഈ രാമൻ ഹാൾ എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു